പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ശബരിമലയിൽ വീണ്ടും വിവാദങ്ങൾ മലകയറുക. പുതിയ വിവാദം വന്നിരിക്കുന്നത് ശബരിമലയിലെ മേൽശാന്തി ശ്രീ ED പ്രസാദ് വ്യാജരേഖ ചമച്ചാണ് മേൽശാന്തി ആയത് എന്നാണ്. ശബരിമലയിലെ മേൽശാന്തി ആകണമെങ്കിൽ ദിവസം 3 പൂജയുള്ള ഒരു ക്ഷേത്രത്തിൽ 10 വർഷം തുടർച്ചയായി മേൽശാന്തി ആയിരിക്കണമെന്നാണ് നമ്മുടെ ചട്ടങ്ങളിൽ എഴുതി വെച്ചത്. അത് പ്രകാരം ഇദ്ദേഹം ജോലി ചെയ്തിരുന്നത് ചോറ്റാനിക്കര അമ്പലത്തിൽ ദിവസം 2 നേരം പൂജയുള്ള ഒരു ക്ഷേത്രത്തിലായിരുന്നു. അങ്ങനെ തെറ്റായ വിവരങ്ങൾ നൽകി ശബരിമല മേൽശാന്തി ആയതിൽ ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് ഈ ക്രമക്കേട് പുറത്തു വന്നത്. നമുക്കറിയാം, ശബരിമലയിലെ ഭരണസമിതി എന്ന് പറയുന്നത് ദേവസ്വം ബോർഡ് ഭരണസമിതി എങ്ങനെയാണ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുന്നത്, ആരാണ് ചെയ്തത്, അതിന്റെ കഴിഞ്ഞ 3 ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരുടെ അവസ്ഥ എന്താണ്. 2 പേര് 190 ദിവസം വെച്ച് ജയിലിൽ കിടന്നു, അടുത്തയാള് വെയിറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കാണ് ഒരു മുൻ IAS കാരനെ പിടിച്ച് ശബരിമലയിലെ ദേവസ്വം ബോർഡ് പ്രസിഡന്റാക്കി. ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം നമ്മൾ പല പ്രാവശ്യം ചൂണ്ടിക്കാണിച്ചിട്ടുള്ളതാണ്, അധികാരമേറ്റതിന് ശേഷം അഡ്മിനിസ്ട്രേറ്റീവ് തലങ്ങളിൽ നടത്തേണ്ട അഴിച്ചുപണി സമയാസമയം നടത്തിയില്ലെങ്കിൽ അത് ഈ ഗവൺമെന്റിനെ വലിയ പാരയായിട്ട് മാറും എന്നുള്ളതിനകത്ത് തർക്കമൊന്നുമില്ല. എന്തായാലും ശബരിമലയിലെ മേൽശാന്തി വിഷയം ഒരു പ്രതിസന്ധിയിലോട്ട് പോവുകയാണ്. അതായത് വ്യാജരേഖ ചമച്ചയാളെ അയ്യപ്പനെ പൂജിക്കാൻ അനുവദിക്കണോ എന്നുള്ളതാണ് ഭക്തരുടെ സങ്കടം. എന്തായാലും ദേവസ്വം മന്ത്രി ശ്രീ K മുരളീധരൻ ഇതിന്റെ പുറത്ത് അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. മേൽശാന്തി സസ്പെൻഡ് ചെയ്തു നിർത്തുക, അങ്ങനെയൊക്കെയുള്ള നടപടികൾ ഭയങ്കരമായിട്ട് വിശ്വാസത്തെ ഹനിക്കുന്ന രീതിയിലുള്ളതാണ്. കാര്യം പുറപ്പെടാശാന്തിയാണ്. അദ്ദേഹം ചെയ്തു പോയ തെറ്റായിട്ടാണ് ചെയ്തിരുന്നെങ്കിൽ അതിന്റെ പ്രായച്ചിത്തങ്ങളെ തുടങ്ങി ഒരു പുതിയ ദേവപ്രശ്നത്തിലോട്ടും മറ്റുമൊക്കെ കാര്യങ്ങൾ പോകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഈ ശബരിമലയിൽ നടന്ന സ്വർണ്ണക്കൊള്ളയില് സാക്ഷികളായിരുന്ന അല്ലെങ്കിൽ പ്രതികളാകാൻ സാധ്യതയുള്ള പഴയ മേൽശാന്തിമാരെ ആരെയും ഇതുവരെ ചോദ്യം ചെയ്തിട്ടില്ല എന്ന് മാത്രമല്ല, ഒരു മേൽശാന്തിയായി ചുമതല ഏറ്റെടുക്കുന്നതിന് മുമ്പ് തിരുവനന്തപുരത്ത് വന്ന് മുഖ്യമന്ത്രിയെ നേരിട്ട് കണ്ട് ദർശനം നൽകിയിട്ടാണ് പോയത്. അപ്പോ ഈ മേൽശാന്തിയുടെ നിയമനത്തിൽ മാത്രമല്ല, മുൻ മേൽശാന്തിമാരുടെ നിയമനത്തിലും ഇതുപോലുള്ള ക്രമക്കേടുകൾ നടന്നിട്ടുണ്ടോ എന്നുള്ളത് അന്വേഷിക്കണം. മാത്രമല്ല, ഈ ശബരിമല സ്വർണ്ണക്കൊള്ള കേസിന് ഈ ശബരിമലയിലെ മുൻ മേൽശാന്തിമാരുടെ മൊഴി എടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഇത് SITയുടെ ഒരു വലിയ വീഴ്ചയായിട്ട് കണക്കാണ്. അപ്പോൾ ബഹുമാനപ്പെട്ട ദേവസ്വം മന്ത്രിയും ആഭ്യന്തരമന്ത്രിയും മുഖ്യമന്ത്രിയും കൂടി ആലോചിച്ച് ശബരിമലയിലെ SITയുടെ ഘടനയിൽ മാറ്റം വരുത്തുകയും ശബരിമലയിലെ മുൻ മേൽശാന്തിമാരെ എല്ലാവരെയും ഇതുമായിട്ട് ബന്ധപ്പെട്ട് ചോദ്യം ചെയ്യേണ്ടത് കേസ് നേരെ കൊണ്ടുപോകുന്നതിന് അനിവാര്യമാണ് എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. നന്ദി, നമസ്കാരം.